ഈ ഇലക്ഷൻ ഒരു നിർണായകമായ ഇലക്ഷൻ ആണെന്ന് ഞാൻ 8-9 മാസമായിട്ട് പറഞ്ഞ മറ്റൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പ്രഡിക്ഷനാണ്, ഇതിൽ സയൻസ് ഒന്നുമില്ല. ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഈ ഇലക്ഷനാണ് ലാസ്റ്റ് ഇലക്ഷൻ, 3-way ഫൈറ്റിൻ്റെ ലാസ്റ്റ് ഇലക്ഷൻ. ഇത് കഴിഞ്ഞിട്ട് 26 കഴിഞ്ഞ ഉടനെ ഇറ്റ് വിൽ ബി എ 2-way ഇലക്ഷൻ. അത് നടക്കുന്നില്ല. അതിൻ്റെ തെളിവല്ലേ 5 ദിവസം മുമ്പേ CPM BJPൻ്റെ B ടീമിൻ്റെ പ്രചരണം തുടങ്ങിയത്. അത് എന്തുകൊണ്ടാണ് അവർ തുടങ്ങിയത്? വൈ സഡൻലി 10 ദിവസം ഇലക്ഷൻ്റെ മുമ്പ്, ഇതൊരു മാസം മുമ്പൊന്നും പറഞ്ഞില്ലല്ലോ, എന്തുകൊണ്ട് 10 ദിവസം മുമ്പേ ഒരു പ്രചരണം നടക്കുന്നത് CPM BJPൻ്റെ B ടീമാണെന്ന്? രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് പാരഷൂട്ട് ചെയ്ത് ആ വിദ്വാൻ ഇത് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണ്? അതിൻ്റെ പിന്നിൽ കൃത്യമായ ഫാക്റ്റാണ്. ഞാൻ വലിയ ചരിത്രം ഫോളോ ചെയ്യുന്ന, പൊളിറ്റിക്കൽ രാഷ്ട്രീയ ചരിത്രം പഠിച്ച് മുമ്പോട്ട് പോകുന്ന ആളല്ല. ഞാൻ ചരിത്രം ഉണ്ടാക്കാനാണ് എൻ്റെ താല്പര്യം. ഈ കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ ഇത് ഏറ്റവും വലിയ ഇലക്ഷനായിട്ടാണ് ഞാൻ ഈ ഇലക്ഷനെ കാണുന്നത്. BJPക്ക് മാത്രമല്ല, ജനറൽ. കാരണം ഈ ഇലക്ഷനിൽ വലിയൊരു ഷേക്ക് ഔട്ട് ഉണ്ടാകാൻ പോകുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ഷേക്ക് ഔട്ട്, എന്ത് ടൈപ്പ് ഷേക്ക് ഔട്ട് എന്ന് ചോദിച്ചാൽ, ഒന്ന് ഈ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിൽ തന്നെ ഒരു ഷേക്ക് ഔട്ട് വരാൻ പോകുന്നുണ്ട്. ഈ ഒരു പഴയ വിവാദം, ഞാൻ 5 കൊല്ലം ഭരിച്ചു, ഇനിയിപ്പോൾ നിങ്ങളുടെ ചാൻസാണ്, അതിലൊരു മാറ്റം, വലിയ മാറ്റം വരാൻ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ലേസി പോളിറ്റിക്സ് ആയിരുന്നു. BJP ഒരു ഫാക്ടറല്ല. അപ്പോൾ ഒരു ഡുവോപ്പിളിയാണ്, ഒരു കോമ്പറ്റീഷൻ ഇല്ല, ഞാനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് MLA ആണെങ്കിലും മുഖ്യമന്ത്രി ആണെങ്കിലും ലാസ്റ്റ് മിനിറ്റിൽ എന്തെങ്കിലും പറഞ്ഞ് വോട്ട് നേടാനൊരു ശ്രമം, അതൊരു വലിയ വ്യത്യാസം വരും. പിന്നെ മൂന്നാമത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ BJP NDAൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡിങ്, അത് സീറ്റ് കണക്ക് നോക്കിയിട്ട് മാത്രമല്ല, ഞങ്ങളൊരു ഡിസൈസീവ് പൊളിറ്റിക്കൽ ഫോഴ്സ് ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആവും എന്ന് അതിലൊരു സംശയമില്ല. ഈ 3 കാര്യങ്ങളാണ് ഞാൻ ഈ ഇലക്ഷൻ കാണുന്നത്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്. ഈ ഇലക്ഷൻ ഒരു നിർണായകമായ ഇലക്ഷൻ ആണെന്ന് ഞാൻ 8-9 മാസമായിട്ട് പറഞ്ഞ മറ്റൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പ്രഡിക്ഷനാണ്, ഇതിൽ സയൻസ് ഒന്നുമില്ല. ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഈ ഇലക്ഷനാണ് ലാസ്റ്റ് ഇലക്ഷൻ, 3-way ഫൈറ്റിൻ്റെ ലാസ്റ്റ് ഇലക്ഷൻ. ഇത് കഴിഞ്ഞിട്ട് 26 കഴിഞ്ഞ ഉടനെ ഇറ്റ് വിൽ ബി എ 2-way ഇലക്ഷൻ. അതായത് BJP ഒരു സൈഡിലും NDA ഒരു സൈഡിലും, BJP ലെഡ് NDA ഒരു സൈഡും, മറ്റേ സൈഡിൽ ഇന്ത്യ അലയൻസ്, ഫോർമലൈസ്ഡ് ഇന്ത്യ അലയൻസ്. 27 സ്റ്റേറ്റും 8 യൂണിയൻ ടെറിട്ടറീസിൽ ഫോർമലായിട്ട് നടക്കുന്ന ഇന്ത്യ അലയൻസ്, ഇവിടെയും ആ ഇന്ത്യ അലയൻസിൻ്റെ പോളിറ്റിക്സ് വരും. കാരണം വേറെ ഒരു സ്പേസ് 2 പാർട്ടിക്ക് ഷെയർ ചെയ്യണം. ഇനി ഇതുവരെ 100% സ്പേസ് അല്ലെങ്കിൽ 93% സ്പേസ് അവർ ഷെയർ ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു വലിയ വ്യത്യാസം വരുമ്പോൾ അവർക്ക് കിട്ടുന്ന സ്പേസ് ഇത് 2 പേരും ഷെയർ ചെയ്യേണ്ട ഒരു അവസ്ഥയായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതും കാണുന്നതും. BJP വേഴ്സസ് റെസ്റ്റ് ഓഫ് എവരിബഡി എന്നുള്ളൊരു അല്ല, BJP അല്ല, ഇൻ ഷോർട്ട് LDF വേഴ്സസ് UDF വേഴ്സസ് NDAൻ്റെ ഒരു ഫിക്ഷൻ, LDF UDFൻ്റെ ഒരു ഫിക്ഷനാണല്ലോ. ദാറ്റ് വിൽ ബിക്കം എ റിയൽ പൊളിറ്റിക്കൽ ഫൈറ്റ്, നോട്ട് ബിഹൈൻഡ് ദ സീൻ ഫൈറ്റ് ബിറ്റ്വീൻ LDF/UDF വേഴ്സസ് NDA. അങ്ങനെ വരണമെങ്കിൽ ഒരു ഹങ് അസംബ്ലി വരണം, അതാണോ എക്സ്പെക്ട് ചെയ്യുന്നത്? 100%. ഇതിലിപ്പോൾ ഒരു അഗെയിൻ, ഞാനൊരു വലിയ പൊളിറ്റിക്കൽ വിദ്വാനൊന്നുമല്ല, രാഷ്ട്രീയ വിദ്വാനൊന്നുമല്ല, സാമാന്യ ബുദ്ധിയോട്ട് നമ്മൾ നോക്കുമ്പോൾ CPMനൊരു മാൻഡേറ്റ് കിട്ടാൻ സാധ്യത വട്ടപൂജ്യമാണ്. എന്ത് ബേസിസിലാണ് അവർക്കൊരു മാൻഡേറ്റ് കിട്ടുന്നത്? അത് എന്താ ജനങ്ങൾ പറയുന്നു, ശബരിമലക്കുള്ള ഇനിയും തുടരുന്നോ? അങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ. തൊഴിലില്ലായ്മ തുടരുന്നോ? അങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ CPMനൊരു മാൻഡേറ്റ് കിട്ടില്ല. പിന്നെ ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞിട്ട് കോൺഗ്രസ്സിനൊരു ഭയങ്കര വേവ് ഉണ്ടാവും സ്വീപ്പം, അതൊന്നും കാണുന്നില്ലല്ലോ. ഈ ആൻറ്റി ഇൻകംബൻസി വോട്ട് നോക്കൂ, കുറച്ച് അഗെയിൻ കോമൺ സെൻസാണ്. പഴയ കാലത്ത് UDF ഭരിക്കുമ്പോൾ UDFൻ്റെ എതിരെ ആൻറ്റി ഇൻകംബൻസി വോട്ടിന് ബെനിഫിറ്റ് മൊത്തം CPMന് കിട്ടും. CPM ഭരിക്കുമ്പോൾ CPMൻ്റെ എതിരെ ആൻറ്റി ഇൻകംബൻസി വോട്ട് മൊത്തം കോൺഗ്രസ്സിന് കിട്ടും.
ഇത് ആദ്യമായിട്ടൊരു ഇലക്ഷനാണ് ഈ ആൻറ്റി ഇൻകംബൻസി വോട്ട് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടാൻ പോകുന്നത് BJPക്കാണ്. അതാണ് പ്രതീക്ഷ. അത് കിട്ടുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് UDFന് വോട്ട് കിട്ടാൻ പോകുന്നത്? മാൻഡേറ്റ് UDFന്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ്, പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ കോൺഫിഡൻസ് തന്നെ മുസ്ലിം കൺസോളിഡേഷൻ ഇൻ ഫേവർ ഓഫ് UDF അത് നടക്കുന്നില്ല. അതിൻ്റെ തെളിവല്ലേ 5 ദിവസം മുമ്പേ CPM BJPന്റെ B ടീമിൻ്റെ പ്രചരണം തുടങ്ങിയത്. അത് എന്തുകൊണ്ടാണ് അവർ തുടങ്ങിയത്? വൈ സഡൻലി 10 ദിവസം ഇലക്ഷൻ്റെ മുമ്പ്, ഇതൊരു മാസം മുമ്പൊന്നും പറഞ്ഞില്ലല്ലോ, എന്തുകൊണ്ട് 10 ദിവസം മുമ്പേ ഒരു പ്രചരണം നടക്കുന്നത് CPM BJPന്റെ B ടീമാണെന്ന്? രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് പാരഷൂട്ട് ചെയ്ത് ആ വിദ്വാൻ ഇത് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണ്? അതിൻ്റെ പിന്നിൽ കൃത്യമായ ഫാക്റ്റാണ്. കോൺഗ്രസ്സിൽ നിന്ന് കിട്ടേണ്ട ആൻറ്റി ഇൻകംബൻസി വോട്ട് കിട്ടുന്നില്ല. കോൺഗ്രസിൻ്റെ ഒരു എസംഷൻ മുസ്ലിം വോട്ട് 100% കോൺഗ്രസിന് പിന്നിൽ കൺസോളിഡേറ്റ് ചെയ്യും, നടക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇത് ചെയ്തു? ഇതിന് മുമ്പ് ഇത് നടപ്പിലാക്കിയ സ്റ്റേറ്റാണ് തെലങ്കാന. അവിടെ ഒരു 2-way ഫൈറ്റ് BRS വേഴ്സസ് BJP നടക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി വന്ന് അവിടെ ഒരു പ്രചരണം തുടങ്ങി. ഞാൻ പ്രഭാരിയായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽ അണ്ടർസ്റ്റാൻഡിങ്. BRS BJPൻ്റെ B ടീമാണെന്ന് നല്ലൊരു പ്രചരണം അവിടെ തുടങ്ങി. എന്തായിരുന്നു അതിൻ്റെ റിസൾട്ട്? ഓൺ ബ്ലോക്ക് BRSന് കിട്ടുന്ന മുസ്ലിം വോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഓൺ ബ്ലോക്ക് പോയി കോൺഗ്രസിലേക്ക്. എന്നിട്ട് ഐറണി ഓഫ് ഐറണീസ്, തെലങ്കാന സ്റ്റേറ്റ് ഫോർമേഷന് ഒപ്പോസ് ചെയ്ത പൊളിറ്റിക്കൽ പാർട്ടി ഇന്ന് തെലങ്കാന ഭരിക്കുന്നു. അത് എന്ത് കാരണം? ഈ നുണ, ഈ പ്രചരണം. പാറ്റേൺ കേരളത്തിൽ വിജയിച്ചുകൂടെ? 100% വിജയിക്കില്ല. കാരണം ഒന്ന്, you can fool some people some of the time, you can't fool all people all the time. ഇവിടെ അത് നടക്കില്ല. കാരണം ഒരു ആവറേജ് മലയാളി ഇത് നോക്കുമ്പോൾ CPM BJPൻ്റെ B ടീം ആവാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടോ? എന്താണ് അതിൻ്റെ പോസിബിലിറ്റി? യു ലീവ് ദ മാധ്യമ സുഹൃത്ത് ഔട്ട് ഓഫ് ഇറ്റ്. 0% അല്ലേ. ഞാൻ രാജീവ് ചന്ദ്രശേഖർ വലിയൊരു മോഡേൺ പ്രാഗ്മാറ്റിക് പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യൻ ആണെങ്കിലും, ഇത് എൻ്റെ ഒരു മനസ്സിലുണ്ടെങ്കിലും, ഇത് ഞാൻ പ്രൊപ്പോസ് ചെയ്താൽ എൻ്റെ പ്രവർത്തകരും എൻ്റെ കാര്യകർത്ത എന്നെ തല്ലും. കാരണം BJP CPM തമ്മിൽ ആൻറ്റാഗണിസം, ആ ശത്രുത, ആ ഒരു ട്രാക്ക് റെക്കോർഡ് ഓഫ് വയലൻസ് ഗോസ് ബാക്ക് 40 years. ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ്. ഇത് എണ്ണയും വെള്ളം ടൈപ്പ് കോമ്പിനേഷനല്ലേ. എന്താണ് അവരുടെ ഐഡിയോളജിക്കൽ എന്താണ് കോമൺ ഗ്രൗണ്ട്? അതുപോലെ തന്നെ ഈക്വലി ഇംപ്ലോസിബിൾ ആണ് കോൺഗ്രസ് BJPൻ്റെ B ടീമാണെന്ന്. എങ്ങനെ? ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ലൈഫ് എംബിഷൻ, ഞാനൊരു പൊളിറ്റിക്കൽ വർക്കറാണ്, ഈസ് ടു മേക്ക് ഷുവർ കോൺഗ്രസ് പോളിറ്റിക്സ് ഡസ് നോട്ട് റീസർഫസ്. പിന്നെ എങ്ങനെയാണ് അവർക്ക് ഓക്സിജൻ കൊടുക്കുന്നത്? ഇതിൽ ഫാക്റ്റ് എന്താണ്? ഇവിടെ ഡീല് നടന്നതും CPMും കോൺഗ്രസ് തമ്മിലാണ്. ഇത് ചാപ്റ്റർ ആൻഡ് വേഴ്സ് പ്രസ് കോൺഫറൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനിൽ, എൻ്റെ ലോക്സഭ ഇലക്ഷനിൽ എങ്ങനെയാണ് CPIൻ്റെ കാൻഡിഡേറ്റിൻ്റെ വോട്ട് ഇത്ര കമ്മിയായത്? കാരണം അവർ ട്രാൻസ്ഫർ ചെയ്തു. ഇത്തവണ അങ്ങനെ ഒരു വോട്ട് ട്രാൻസ്ഫർ പോസിബിലിറ്റി കാണുന്നുണ്ടോ? എന്തും സാധിക്കാൻ സാധ്യത എല്ലാത്തിനും ഓക്കെയാണ്. പക്ഷേ ഇത് ഞാൻ കാണുന്നത്, അത് ചെയ്താൽ ജനങ്ങൾ ഈ ഇലക്ഷനിൽ ഫൊർഗീവ് ചെയ്യില്ല. കാരണം ദെൻ യു ആർ ഡിഫീറ്റിംഗ് ഡെമോക്രസി. ജനങ്ങളുടെ മാൻഡേറ്റിൻ്റെ എതിരെ നിങ്ങളുടെ പൊളിറ്റിക്കൽ തന്ത്രങ്ങൾ ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ പിന്നെ അത് പുറത്തു വരും. പിന്നെ ഞാൻ CPMൻ്റെ എതിരെയാണെന്ന് പറഞ്ഞ് നടക്കുന്ന കോൺഗ്രസ് CPMൻ്റെ എതിരെയാണെന്ന് പറഞ്ഞ് നടക്കുന്ന CPMും ആ കളി പൊളിയും. കാരണം ദിസ് ഈസ് എ ടൈറ്റ് ഫൈറ്റ്, 3-way ഫൈറ്റ്. ഇവിടെ എന്തെങ്കിലും ഷിഫ്റ്റും ട്രാൻസ്ഫറും നടന്നാൽ ഭയങ്കര ട്രാൻസ്ഫർ ആയിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവും. സോ ഈ വേഴ്സ്റ്റ് കേസ് സിറ്റുവേഷൻ ഫോർ BJP, ഇവർ ഈ തന്ത്രങ്ങൾ അവർ ചെയ്യും. പക്ഷേ എന്താണ് ഇതിൻ്റെ ട്രൂത്ത് ജനങ്ങൾക്ക് നന്നായി മനസ്സിലാവും. ബെസ്റ്റ് കേസസ് അവരും പൊളിയും, നാട് നന്നാവും, BJPക്ക് ഒരു മാൻഡേറ്റ് കിട്ടും. ബെസ്റ്റ് കേസ് സിനാരിയോയിൽ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ഒരു ഹങ് അസംബ്ലി വരികയാണെങ്കിൽ BJPക്ക് എത്ര സീറ്റ് വരെ കിട്ടാമെന്നാണ്? അതൊന്ന് ഐ ഡോണ്ട് നോ. ഞാൻ ഓണസ്റ്റ്ലി എനിക്ക് അങ്ങനെ പറയണ്ടെന്നല്ല. ഞാൻ അഗെയിൻ
ഇത് എപ്പോഴും ഞാൻ പറയാം, ജസ്റ്റ് ടു മേക്ക് ഷുവർ, ഞാനൊരു ഭയങ്കര ഒരു വിദ്വാനൊന്നുമല്ല. പക്ഷേ ഈ മലപ്പുറത്തൊരു 10-15 സീറ്റ് വിട്ട് ഈ വികസനം, ഈ മാറ്റം എന്ന് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ഒരു പ്രൊപ്പോസിഷൻ ബാക്കി എല്ലാ സീറ്റിലും ജനങ്ങൾ ഏറ്റെടുക്കില്ലേ? അപ്പോൾ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു അവിടെ സീറ്റ് കിട്ടില്ല, ഇവിടെ സീറ്റ് കിട്ടും? ഞങ്ങളിപ്പോൾ തിരുവനന്തപുരത്ത് പറഞ്ഞ കാര്യമാണ് തൃശ്ശൂർ പറഞ്ഞത്, തൃശ്ശൂർ പറഞ്ഞ കാര്യമാണ് പാലക്കാട് പറഞ്ഞത്, പാലക്കാട് പറഞ്ഞ കാര്യമാണ് തലശ്ശേരിയും മഞ്ചേശ്വരവും കാസർഗോഡ് പറഞ്ഞത്. അവിടുത്തെ വോട്ടർമാർക്കും വേണം ഒരു നല്ല ഭാവി, അവരും പറയുന്നു മതിയായി. ഇന്ന് CPM-ഉം കോൺഗ്രസ്സിനെ നോക്കിയാൽ ഒരു വോട്ടർ എന്ത് കണ്ടിട്ട് എന്ത് കേട്ടിട്ടാണ് അവർക്കൊരു റിപ്പീറ്റ് വോട്ട് കൊടുക്കുന്നത്? അല്ല, എന്താണ് ക്രൈറ്റീരിയ? ഞാനൊരു ലെറ്റ് us assume ഞാനൊരു ഇന്നസെൻറ്റ് മലയാളി വോട്ടറാണ്. ഒരു കോൺഗ്രസ്സുകാരൻ വരുമ്പോൾ എന്ത് ആലോചിച്ചിട്ട് എന്ത് ചിന്തിച്ചിട്ടാണ് വോട്ട് കൊടുക്കുന്നത്? എനിക്ക് വേണ്ടി അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോന്നോ? ഇല്ല. നാടിന് നന്നാക്കിയിട്ടുണ്ടോ? ഇല്ല. ഇതുവരെ കോൺഗ്രസിന് കിട്ടിയ വോട്ട് ആൻറ്റി CPM വോട്ടായിരുന്നു, CPM-ന് കിട്ടിയ വോട്ട് ആൻറ്റി കോൺഗ്രസ് വോട്ടായിരുന്നു. അല്ല, അവർക്ക് പോസിറ്റീവ് വോട്ട് എന്ന് പറയുന്ന കാര്യമില്ല. ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു പോസിറ്റീവ് അജണ്ടയാണ്. വി ആർ കീപ് പുട്ടിങ് ഇൻ ഫ്രണ്ട് ഒരു ഡെവലപ്മെൻറ്റ് അജണ്ട. ആ ഡെവലപ്മെൻറ്റ് അജണ്ട 2014 മുമ്പ് ഞങ്ങൾ വെക്കുകയാണെങ്കിൽ പീപ്പിൾ വിൽ സേ ഇതൊരു ഫിക്ഷനാണ്. പക്ഷേ ഇന്നിപ്പോൾ ഞങ്ങൾ പറയുന്നത് നോക്കൂ, 14 മുതൽ 26 വരെ ഇന്ത്യയിൽ വന്ന ഒരു മാറ്റവും ഇന്ത്യയിൽ വന്നൊരു കുതിച്ച ചാട്ടവും ഇക്കോണമിക് ഗ്രോത്തും അത് ഞങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നാണ് ലോജിക്ക് കോൺഗ്രസ്സിന് വോട്ട് കൊടുക്കാൻ? ഒരൊറ്റ ലോജിക്കുള്ളൂ, BJP വർഗീയവാദി പാർട്ടിയാണ്, അല്ലെങ്കിൽ BJP FCRA വഴി ക്രിസ്ത്യൻസിനെ ബാധിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ക്രിസ്ത്യനെ ദ്രോഹിക്കാൻ പോകുന്നു, ഇങ്ങനെ പ്രചരണം നടത്തും. രാജീവ് ചന്ദ്രശേഖർ വീട് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഇറലവൻറ്റ് ഇഷ്യൂസ് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഈ വികസനത്തിന് ശ്രദ്ധ തിരിച്ച് ആ വോട്ട് പിടിക്കുക. ഇതാണ് അവരുടെ സ്ട്രാറ്റജി. CPM-നും കോൺഗ്രസിനും ഉള്ളതും BJP-ക്ക് ഇല്ലാത്തതുമായ ഒരു കാര്യം ഒരു വിന്നിംഗ് പോസിബിലിറ്റിയാണ്, ഒരു വിന്നബിലിറ്റി ഫാക്ടറാണ്. കറക്റ്റ്. അതുകൊണ്ടാണ് ഇപ്പോൾ 30% ആളുകളെങ്കിലും BJP-ക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവർ വോട്ട് ചെയ്യാൻ ചെയ്യാത്തത്. സൂപ്പർ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഞാൻ ഇൻ പേഴ്സൺ മനസ്സിലാക്കിയത് നിലമ്പൂർ ബൈ ഇലക്ഷൻ്റെ സമയത്താണ്. ഞാൻ പാർട്ടി പ്രസിഡന്റ് ആയ ഉടനെയാണല്ലോ നിലമ്പൂർ ബൈ ഇലക്ഷൻ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു എന്തിനാണ് നമ്മൾ മത്സരിക്കുന്നത്, അവിടെ ഞങ്ങൾക്ക് ഒരു സാധ്യതയുമില്ല. പക്ഷേ ഞങ്ങൾ പിന്നെ കോർ കമ്മിറ്റിയിൽ ഇന്ന് അല്ല മത്സരിക്കണം, നമ്മളെ വോട്ട് വേസ്റ്റ് ചെയ്യാൻ പാടില്ല, മത്സരിക്കാം. ഓക്കെ ഫൈൻ. ഞാൻ അവിടെ 8 ദിവസം പോയി താമസിച്ചു, ക്യാമ്പയിൻ ചെയ്തു. എല്ലാ വീട്ടിലും പോകുമ്പോൾ അവിടുത്തെ വോട്ടർമാർ എന്നോട് പറയാണ്, മോനെ അല്ലെങ്കിൽ രാജുവേട്ടാ, ഞങ്ങൾ 20 കൊല്ലമായിട്ട് നിങ്ങൾക്ക് വോട്ട് തരാൻ തയ്യാറായിട്ട് ഇരിക്കുകയാണ്, പക്ഷെ നിങ്ങൾ ജയിക്കില്ല, അപ്പോൾ വോട്ട് വേസ്റ്റ് ചെയ്തിട്ട് എന്ത് കാര്യം? അതായിരുന്നു BJP ഈസ് നോട്ട് എ വിന്നിങ് കോമ്പിനേഷൻ ആയിരുന്നു ഒരു പെർസെപ്ഷൻ. പക്ഷേ ലോക്കൽ ബോഡി കഴിഞ്ഞിട്ട് അതെല്ലാം പൊളിഞ്ഞല്ലോ. 45 കൊല്ലം കെട്ടിപ്പിടിച്ചിരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ 4 തവണ അവിടെ കോൺഗ്രസ് MP ആയി ജയിച്ച ഒരു കോർപ്പറേഷൻ കോൺഗ്രസിനും പറ്റിയില്ല, കഴിഞ്ഞില്ല പിടിക്കാൻ. BJPക്ക് സാധിച്ചല്ലോ, ജനങ്ങൾ തന്നല്ലോ. അപ്പോൾ പീപ്പിൾ ആർ റെഡി നൗ ടു വോട്ട് ഫോർ BJP ബിക്കോസ് ദേ നോ BJP ക്യാൻ വിൻ. ആ ഒരു പെർസെപ്ഷൻ ഞങ്ങളെ ബാധിക്കുന്നതും ഞങ്ങളെ ചവിട്ടി വയ്ക്കുന്ന 2 ഫാക്ടറായിരുന്നു. ഒന്ന്, BJP is not winnable. രണ്ടാമത്, BJP is a communal party, automatically disqualifying BJP from 40% of the electorate. ഇതായിരുന്നു 2 ഫാക്ടേഴ്സ്. അത് നന്നായി 2 CPM-ഉം കോൺഗ്രസ് നന്നായി ആക്സെൻറ്റുവേറ്റ് ചെയ്ത് ആംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ നടക്കുന്നു. കാരണം അവർക്ക് ഗുണം, പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ കമ്മിയാവുന്നു, അവർക്ക് 40% വോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്നു. പക്ഷെ 2 കാര്യങ്ങളും ഇനിയിപ്പോൾ പൊളിഞ്ഞു. കാരണം 12 years സബ്കാ സാത്ത് സബ്കാ വികാസിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡുണ്ട്. ഞാനിവിടെ കഴിഞ്ഞ 8 മാസം എല്ലാ മൈനോറിറ്റീസിൻ്റെ ഒപ്പം നല്ല ഔട്ട്റീച്ച് നടത്തി. വോട്ടിന് വേണ്ടിയല്ല, BJPൻ്റെ സത്യം എന്താണ് നിങ്ങൾ മനസ്സിലാവണം. നിങ്ങൾ വെറുതെ ഒരു പൊളിറ്റിക്കൽ എക്സ്പ്ലോയിറ്റേഷൻ്റെ ഇരകളാവാൻ പാടില്ല. ആയാൽ നിങ്ങളുടെ തലയിലാണ് ജമാഅത്തെ ഇസ്ലാമിയും SDPI വന്ന് കെട്ടിവെക്കാൻ പോകുന്നത് എന്ന് ഞങ്ങൾ കൃത്യമായൊരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ട്.
ഞാൻ ലാസ്റ്റ് ഫ്രൈഡേ പോയി ക്യാമ്പയിൻ ചെയ്തല്ലോ 3 പള്ളിയിൽ മോസ്കിൽ. ഐ ഗോട്ട് എ വെരി വാം റിസപ്ഷൻ. അങ്ങനെ ഞാൻ എല്ലാവരും എന്നെ കെട്ടിപ്പിടിച്ചില്ല, വോട്ട് അല്ല, ഒരു ഡീസൻറ്റ് റിസപ്ഷൻ കിട്ടിയല്ലോ. പിന്നെ ക്രിസ്ത്യൻസിൽ ആ പണ്ട് ആ ഒരു ഫിയർ മോങ്കറിങ് ഉണ്ടായിരുന്നല്ലോ, അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ ബ്രോഡ് ബേസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള NDA ഇത്തവണ ഏറ്റവും കൂടുതൽ വികസിച്ച് നമ്മൾ കാണുന്നത് ഒരുപാട് പാർട്ടികൾ 2020 മേജർ അക്വിസിഷൻ ആയിട്ടാണ് കാണുന്നത് BJP. അപ്പോൾ ഇവർക്ക് സീറ്റ് അലൊക്കേഷൻ 19 സീറ്റ്സ് ആണ് തവണ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് പലതും നിങ്ങളുടെ സ്ട്രോങ് ഹോൾഡ്സിൽ കൊടുത്തു എന്നുള്ളൊരു പരാതി പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നു. അല്ല, പരാതി ആരുടെ പരാതിയാണ്? BJPൻ്റെ പരാതിയല്ലല്ലോ. ഇപ്പം VD സതീശൻ്റെ പരാതിയാണെങ്കിൽ ഞാൻ എന്തിനാണ് ആ പരാതി കേൾക്കുന്നത്? ഞാനൊരു റിവേഴ്സ് ക്വസ്റ്റ്യൻ വെക്കട്ടെ. തിരുവനന്തപുരം തലസ്ഥാനമല്ലേ, പിന്നെ എന്തിനാണ് CPI കൊടുക്കുന്നത്? എന്താണ് CPI തോറ്റു 4 ഇലക്ഷനായില്ലേ, എന്തുകൊണ്ട് CPM മത്സരിക്കുന്നില്ല? അത് കോalition ധർമ്മയല്ലേ. ഞങ്ങളുടെ ഒബ്ജക്റ്റീവ് കോalition എക്സ്പാൻഡ് ചെയ്യാനാണ്, NDAനെ ശക്തമാക്കാനാണ്. NDAയിൽ വരുന്ന ഒരു പുതിയ പാർട്ടി ആവശ്യപ്പെടുന്നു ഞങ്ങൾക്ക് തൃപ്പൂണിത്തുറയിൽ മത്സരിക്കണം. ഞാൻ എന്താ പറയേണ്ടത്? പിന്നെ അവർ ചോദിച്ചു, റാന്നിയിൽ കഴിഞ്ഞ ഇലക്ഷനിൽ BDJS മത്സരിച്ചു, ഈ തവണ 2020 ചോദിച്ചു ഞങ്ങൾ റാന്നി മത്സരിക്കണം, BDJS കോന്നിയിൽ മത്സരിക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടു. എന്താണ് കോalition ധർമ്മയിൽ ചെയ്യേണ്ടത്? അല്ല, ഈ പറയുന്ന ആൾക്കാർ VD സതീശനെല്ലാം ഭയങ്കര സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആൾക്കാരല്ലേ. അവരൊന്നും അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ മുസ്ലിം ലീഗ് പറയട്ടെ, ഞങ്ങൾക്ക് അവിടെ കോൺഗ്രസ് കാൻഡിഡേറ്റ് മത്സരിക്കണമെന്ന് പറയട്ടെ. അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ പറയട്ടെ. നോക്കൂ, ഇതെല്ലാം കോalition കമ്പൾഷൻസ് അല്ല. കോalitionന് ഞങ്ങൾ ഗ്രോ ചെയ്യാൻ ഞങ്ങളൊരു ആഗ്രഹമാണ്. ഈ കോalition ശക്തമാവണം, 2020 ശക്തമാവണം, BDJS ശക്തമാവണം, BJPയും ഗ്രോ ചെയ്യണം. അപ്പോൾ അവർ ആവശ്യപ്പെടുന്ന സീറ്റ് ഞങ്ങൾ കൊടുക്കുന്നു. പിന്നെ തൃപ്പൂണിത്തറ അസംബ്ലി ഈസ് ഡിഫറെൻറ്റ് ഫ്രം തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റി. അപ്പോൾ അതിൻ്റെ ഡൈനാമിക്സിൽ കുറേ ഡിഫറൻസ് ഉണ്ട്. തൃപ്പൂണിത്തറ ഞങ്ങളുടെ സീറ്റാണ് 100%, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ നോ എനിക്ക് സംശയമില്ല. കൊടുങ്ങല്ലൂർ ഞങ്ങളുടെ സീറ്റാണ്, നല്ല സ്ട്രോങ് സീറ്റാണ്. ഞങ്ങൾ അവിടുത്തെ ഡിസ്ട്രിക്ട് പ്രസിഡൻറ്റ് ഈസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് പൊളിറ്റിക്കൽ വർക്കേഴ്സ്. പക്ഷെ അവർ ആവശ്യപ്പെട്ടു, ഞങ്ങൾ ഡിസ്കസ് ചെയ്തു, ഗിവ് ആൻഡ് ടേക്കിൻ്റെ ഭാഗമായിട്ട് അവർ അവിടെ മത്സരിക്കുന്നു. പിന്നെ 2020 മത്സരിച്ചാൽ സംഭവം കൊടുങ്ങല്ലൂർ വീക്ക് സീറ്റായി എന്നൊരു സർട്ടിഫിക്കറ്റ് VD സതീശൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ അനാലിസിസ് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉമ്മൻചാണ്ടീൻ്റെ ഫോർമർ സണ്ണിലോ മത്സരിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ഡൈനാമിക്സ് ഉണ്ട്. പുള്ളി ഒരു ജനകീയ ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ ഒരു 1+1 ഷുഡ് ബിക്കം 10, നോട്ട് 2 എന്നാണ് ഞങ്ങളുടെ കാൽക്കുലേഷൻ. അതാണല്ലോ എല്ലാ പൊളിറ്റിക്കലും. അതിപ്പോൾ 100% സ്ഥലത്ത് നടക്കുമോ? അത് ചില സ്ഥലത്ത് ദർ മേ ബി വീഴ്ച, അത് ഓക്കെയാണ്. ദാറ്റ് ഇസ് പാർട്ട് ഓഫ് പോളിറ്റിക്സ്. 2020 ലീഡേഴ്സ് പറയുന്നത് ഇപ്പം തൃപ്പൂണിത്തുറ ഫോർ എക്സാമ്പിൾ മുനിസിപ്പാലിറ്റിയാണ് നിങ്ങളുടെ സ്ട്രെങ്ത്, പക്ഷേ അവർ അഡ്ജോയിനിങ് പഞ്ചായത്തിലാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ചേരുമ്പോഴത്തേക്ക് അതല്ലേ ഞാൻ പറഞ്ഞു. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഒരു പ്രശ്നമുള്ളത്, ഇപ്പോൾ റീസെന്റ് 2020 ആണ് NDAയിലേക്ക് വന്നത്, BDJS. അതല്ലാതെയുള്ള മറ്റ് പാർട്ടീസിന് കാര്യമായ റെപ്രസെന്റേഷൻ കൊടുക്കുന്നില്ല എന്നൊരു ഇന്റേണൽ ഇഷ്യൂ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഇന്റേണൽ ഇഷ്യൂ അല്ല. അത് എന്തിനാ സതീശനും നിങ്ങളെല്ലാം അതിൻ്റെ എന്താ നിങ്ങളുടെ എന്താണ് ഇഷ്യൂ? അതൊരു ഇഷ്യൂ ആണ്. ഓക്കെ, ഇലക്ട്രൽ പെർഫോമൻസ് വരുമ്പോൾ BDJS 2016 ഒരു നല്ല മുന്നേറ്റം നടത്തി. പക്ഷെ അതിനുശേഷം കാണുന്ന അവരുടെ വോട്ട് ഷെയർ താന്ന് വരുന്നതായിട്ടാണ്. ലോക്കൽ ബോഡിയിലൊക്കെ അവർ 1% പോലും വോട്ട് കിട്ടിയിട്ടില്ല. അത് ആ ഇലക്ട്രൽ അരിത്മെറ്റിക് ഒന്ന് നോക്കിയിട്ടുണ്ടോ അതിനെക്കുറിച്ച്? അല്ല, നോക്കൂ, ഇതിൻ്റെ മുമ്പ് ഞാൻ വലിയ ചരിത്രം ഫോളോ ചെയ്യുന്ന പൊളിറ്റിക്കൽ രാഷ്ട്രീയ ചരിത്രം പഠിച്ച് മുമ്പോട്ട് പോകുന്ന ആളല്ല. ഞാൻ ചരിത്രം ഉണ്ടാക്കാനാണ് എൻ്റെ താല്പര്യം. മനസ്സിലായില്ലേ? വി ആർ ഫൈറ്റിംഗ് ടു മേക്ക് ഹിസ്റ്ററി, നോട്ട് ബി ഇംപെയർഡ് ബൈ ഹിസ്റ്ററി. 16-ൽ എന്ത് നടന്നു, എങ്ങനെ നടന്നു, എന്തുകൊണ്ട് നടന്നു, എന്തായിരുന്നു അതിൻ്റെ ഫാക്ടേഴ്സ്, അത് പഠിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം? അതൊക്കെ ഇവിടെ അക്കാഡമിക് ഫാക്ട് ഓഫ് ഹിസ്റ്ററി. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ വിലക്കയറ്റം, ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഈ നാട്ടിലാണ്. 6 ലക്ഷം കോടിൻ്റെ കടമാണ്. ഞങ്ങൾ വന്നാൽ ഇതെല്ലാം മാറ്റും എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതിൽ ഞങ്ങളെന്ന് പറഞ്ഞാൽ അത് BJP ഉണ്ട്, BDJS ഉണ്ട്, 2020 ഉണ്ട്, JRS ഉണ്ട് മത്സരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ ശിവസേനയുണ്ട്, മറ്റ് പാർട്ടികളുണ്ട്. ഞങ്ങൾ നന്നായി പ്രവർത്തിക്കുന്നു.
ഒരുമിച്ച് NDA ആയിട്ട് പ്രവർത്തിക്കുന്നു. ഹിസ്റ്ററി ഷുഡ് നോട്ട് ഡിക്റ്റേറ്റ് ദ ഫ്യൂച്ചർ. ഹിസ്റ്ററി ഒരു നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അതിന്ന് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്തിട്ട് ഫ്യൂച്ചർ തീരുമാനിക്കാൻ സമ്മതിക്കുന്ന പാർട്ടിയല്ല ഞങ്ങൾ. വി വിൽ മേക്ക് അവർ ഓൺ ഫ്യൂച്ചർ. അതാണ് അതുണ്ട്, ഉണ്ടാവുമല്ലോ. അത് 100 ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ, 16 ഉണ്ടായിരുന്നില്ല, 21 ഉണ്ടായിരുന്നില്ല. സ്റ്റോക്ക് ചെയ്യുന്ന ആൾക്കാർ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിക്ടറി ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അതിൽ വലിയൊരു ഫാക്ടർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ബിജെപിയോട് അടുത്തു എന്നുള്ളതൊരു. പക്ഷേ നമ്മളിപ്പോൾ LST ഇലക്ഷൻ നോക്കുമ്പോൾ ആ സെയിം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി തിരിച്ചു. ബട്ട് അഗെയിൻ ഇതെല്ലാം സോറി ബട്ട് ഇതെല്ലാം ഇൻകറക്റ്റ് അനാലിസിസാണ്. ഐ എം വിത്ത് ഗ്രേറ്റ് റെസ്പെക്ട്. തൃശ്ശൂർ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഞങ്ങളുടെ വോട്ട് ഷെയർ 40% നിന്ന് 20% ആയി, ഹാഫായി. അത് കറക്റ്റാണ്, ഫാക്റ്റാണ്. ആ വീഴ്ചയാണ് ഞങ്ങളുടെ ഓവറോൾ പെർസെൻറ്റേജിനെ ബാധിച്ചത്, അതും ഫാക്റ്റാണ്. പക്ഷെ അത് ബിക്കോസ് ഓഫ് ക്രിസ്ത്യൻ വോട്ടാണെന്നെല്ലാം അതൊരു സോറി ടു സേ ഒരു ഭയങ്കര ലൂസ് ജനറലൈസേഷനാണ്. അവിടെ നടന്നത് ഞങ്ങൾ നന്നായി പരിശോധിച്ച് അനലൈസ് ചെയ്ത് അവിടെ കുറേ കാൻഡിഡേറ്റ് സെലക്ഷനിൽ ഞങ്ങൾ വീഴ്ചയുണ്ടായിരുന്നു. ഓൺ ദ ഗ്രൗണ്ട് ക്യാമ്പയിനിങ്ങിൽ കുറേ ഷോർട്ട് കമ്മിങ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓർഗനൈസേഷനിൽ സം ഇഷ്യൂസ് അത് എല്ലാം ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കോൺഗ്രസിന്റെ പ്രതീക്ഷകളിൽ ഒന്ന് ഈ ക്രിസ്ത്യൻ കൺസോളിഡേഷൻ ആണ്. അപ്പോൾ അത് കോൺഗ്രസിന് കിട്ടാൻ സാധ്യതയില്ല എന്നാണോ? അല്ല, ആരും കൺസോളിഡേറ്റ് ചെയ്യാൻ പോകുന്നില്ല. കോൺഗ്രസ് കൺസോളിഡേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, അത് മാത്രം കൺസോളിഡേറ്റ് ചെയ്യും. ഞാനിത് സമ്മതിക്കാൻ തയ്യാറല്ല. ഓൾ മുസ്ലിംസ് ആർ വിത്ത് മുസ്ലിം ലീഗോ ഓർ മുസ്ലിംസ് ആർ വിത്ത് ജമാഅത്തെ ഇസ്ലാമി ഞാൻ സമ്മതിക്കാൻ തയ്യാറല്ല. ഒന്ന്. പിന്നെ ഓൾ ക്രിസ്ത്യൻസ് വിൽ വോട്ട് ഫോർ കോൺഗ്രസ്, അതും ഞാൻ സമ്മതിക്കാൻ തയ്യാറല്ല. അവരെന്നെ സമ്മതിക്കില്ല. കാരണം അതൊരു വലിയൊരു പ്രൈഡ് പോയിന്റ് ഓഫ് പ്രൈഡൊന്നുമല്ല ഞാൻ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നു. കോൺഗ്രസിൻ്റെ അഭിപ്രായം കോൺഫിഡൻസ് കെയിം ഫ്രം ലോക്കൽ ബോഡി ഇലക്ഷൻ ബിക്കോസ് ദേ ഗോട്ട് ദിസ് ആൻറ്റി ഇൻകംബൻസി ബെനിഫിറ്റ്. അത് എന്തുകൊണ്ട് ആൻറ്റി ഇൻകംബൻസി ബെനിഫിറ്റ് അവിടെ കിട്ടി? ലോക്കൽ ബോഡി 90% ലോക്കൽ ബോഡിയിൽ ഓപ്പോസിഷൻ കോൺഗ്രസ് പാർട്ടിയായിരുന്നു 25. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ശബരിമല ആരാണ് ഏറ്റവും കൂടുതൽ ശബരിമലേൻ്റെ എതിരെ പിന്നെ സമരമെല്ലാം നടത്തി? ഞങ്ങളാണ്. ഇക്കോണമിക് മാനേജ്മെൻറ്റ് കുറിച്ച് ഏറ്റവും കൂടുതൽ സമരം നടത്തിയത് ഞങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആൻറ്റി ഇൻകംബൻസി വന്നപ്പോൾ അതിൻ്റെ ഓട്ടോമാറ്റിക് ബെനിഫിറ്റ് ലോക്കൽ ബോഡി ദ കോൺഗ്രസ് ഗോഡ്. കാരണം അവരുടെ വാർഡ് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, ഓപ്പോസിഷൻ പാർട്ടി ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് കാൻഡിഡേറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഫർഗെറ്റ് അബൌട്ട് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഇതാണ് അന്ന് നടന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അവരുടെ ഹ്യൂബ്രിസ്. ഞങ്ങൾക്ക് 120 കിട്ടാൻ പോകുന്നു, 140 കിട്ടാൻ പോകുന്നു, 150 കിട്ടാൻ പോകുന്നു. പിന്നെ 150 ഇല്ല, സീറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ 140 അത് നോട്ടില്ല. ഞങ്ങൾ സർവേ പ്രകാരം ഇത് ബോസിയാനൊന്നുമല്ല പറഞ്ഞത്, ദേ ആർ സ്റ്റക്ക് അറ്റ് ബിറ്റ്വീൻ 40 and 50 seats today. 100%. And if you use that information and connect the dots of what they are doing today, everything will explain itself. ഈ 100 സീറ്റ് പിടിച്ചു എന്ന് ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്താണ് CPM, B ടീം, A ടീം എന്ന് പറയേണ്ട ആവശ്യം? 100% it is a desperation because anti-incumbency vote, CPMൻ്റെ against anti-incumbency vote അവർക്ക് പോകുന്നില്ല. സെക്കൻഡ്, ഈ മുസ്ലിം കൺസോളിഡേഷൻ നടക്കുന്നില്ല. തേർഡ്, ഈ ക്രിസ്ത്യൻ കൺസോളിഡേഷനും നടക്കില്ല. സോ കോൾ ക്രിസ്ത്യൻ കൺസോളിഡേഷൻ അത് നടക്കുന്നുമില്ല. അതുകൊണ്ടല്ല ഇനിയിപ്പോൾ ലാസ്റ്റ് എഫേർട്ടായിട്ട് FCRA എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഹോം മിനിസ്റ്ററോട് പറഞ്ഞു അങ്ങനെ ഒരു കുറച്ച് സംശയമുണ്ട്. പിന്നെ ഇവർ അതിൽ എണ്ണ ഇടുന്നുണ്ട് കോൺഗ്രസ് പാർട്ടി, നമ്മൾ ഡിഫർ ചെയ്യുക. അല്ല, ഞാൻ എൻ്റെ ഇൻപുട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ ഇത്ര വലിയ പവർഫുൾ ആളെന്ന് ഞാൻ പറഞ്ഞില്ല. അവർക്ക് മറ്റു ഇൻപുട്ടും കിട്ടിയിട്ടുണ്ടാവും. അത് എൻ്റെ പേ സ്കെയിലിൻ്റെ മുകളിലാണ്. എന്തിനാണ് അവർ കൊണ്ടുപോകുന്നത് അതെന്ന് എന്നോട് ചോദിച്ചൊരു കാര്യമില്ലല്ലോ. കാരണം FCRA പ്രൈമ ഫേസി ആ ബില്ലിൽ ഒന്നുമില്ല. വിവാദം ഉണ്ടാക്കിയപ്പോഴാണല്ലോ FCRA ബില്ല് ഒരു ഇഷ്യൂ ആക്കിയത്. അതെങ്ങനെയാണെന്ന് ഒന്ന് കോമൺ സെൻസ് ഉപയോഗിക്കുക. ആ FCRA ബില്ല് എവിടെയാണ് ക്രിസ്ത്യൻ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ആ ബില്ലിൽ? ഇന്നിപ്പോൾ സിന്ധി NGO, ഹിന്ദു NGO, മുസ്ലിം NGO, ക്രിസ്ത്യൻ NGO,
നോൺ റിലീജിയസ് NGO ആരാണെങ്കിലും ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ NGO ഉണ്ടെങ്കിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേറ്റ് ചെയ്യുന്ന ആക്ടാണ് FCRA. ഈ FCRA റിഫോം എന്താ ചെയ്യുന്നത്? FCRA വഴി നിങ്ങൾ എന്തെങ്കിലും കാശ് കൊണ്ടുവന്നാൽ അതിന് മിസ്യൂസ് ചെയ്താൽ ഇറ്റ് വിൽ ബി എക്കിൻ ടു മണി ലോണ്ടറിങ്. ഇതാണ് പറയുന്നത്. അതിലെന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല. അപ്പോൾ ഇത് ഞാൻ 80% ഈ സ്റ്റോക്ക് ചെയ്ത് ജനങ്ങളെ എന്നെ വിളിച്ചു, എല്ലാവരും ഡയറക്റ്റായിട്ട് എൻ്റെ നമ്പറുണ്ട്, വിളിച്ചു എക്സ്പ്ലെയിൻ ചെയ്തു. ഞാൻ മോറലെസ് ഐ വാസ് കൺവിൻസ്ഡ് ഇത് സെറ്റിലായി. പിന്നെ അതിന് എന്താ കയറ്റി കത്തിച്ചപ്പോഴാണ് ഞാൻ പിന്നെ പറഞ്ഞു 20% ഇനിയിപ്പോൾ ആശങ്കയുണ്ട്, ലെറ്റ് us give it enough time, explain it to them and then do it. പല ക്രിസ്ത്യൻ ബിഷപ്സും ഭയങ്കര കോൺഗ്രസിന് അനുകൂലമായിട്ട് വളരെ സ്ട്രോങ് പൊസിഷൻസ് എടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. I don't think so at all. ഞാൻ മനസ്സിലാക്കുന്നത് ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്സ് ഉള്ള സ്ഥലത്ത് അത് നോർമലാണല്ലോ. അതിലെന്താണ് നമ്മളെന്തിനാണ് വലിയ അതിന് എങ്ങനെ കോൺട്രവേഴ്സ്യലാക്കുന്നത്? അവിടുത്തെ വിശ്വാസികളെല്ലാം അവർ സപ്പോർട്ട് ചെയ്യുന്നു, ആ കാൻഡിഡേറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ഇനിയിപ്പോൾ ഞാൻ ആരെയും ഒരു ആർച്ച് ബിഷപ്പോ ഒരു മുസ്ലിം മൗലവിയോ ഹിന്ദു സ്വാമിയോ ആരും ഞാൻ കേട്ടിട്ടില്ല ഇവരെ സപ്പോർട്ട് ചെയ്യണമെന്നോ ഇവരെ സപ്പോർട്ട് ചെയ്യണമെന്നോ കേട്ടിട്ടില്ലല്ലോ. നിങ്ങൾ നേരത്തെ പറഞ്ഞ എനിക്ക് പോയിന്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ദാറ്റ് UDP is stuck between 40 to 50. യെസ്, അത് സ്വാഭാവികമായിട്ടും അപ്പോൾ UDFന്റെ ഒരു സ്പേസിലേക്കാണ് BJP ഇനി വരാൻ പോകുന്നത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ സ്പേസ് ഇല്ല. ഇത് കൺവെൻഷനലി ഞാൻ പറഞ്ഞ പോലെ ഈ സ്പേസ് ഡിഫൈൻ വെച്ചിരിക്കുന്നത് ഈ ഡുവോപ്ലീൻ്റെ കാരണമാണ്. മനസ്സിലായില്ലേ? വെൻ യു സ്പ്ലിറ്റ് എ പൊളിറ്റിക്കൽ ഇക്കോസിസ്റ്റം ഇൻ ടു 2 halves, ഇത് എൻ്റെ സ്പേസാണ് മറ്റേ നിങ്ങളുടെ സ്പേസാണെന്ന് പറഞ്ഞ് കംഫർട്ടബിളായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന സ്ഥിതിയായിരുന്നു. അതിനെല്ലാം ഡിസ്റപ്റ്റ് ചെയ്യാൻ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇപ്പം അല്ല, ഒരു ഉദാഹരണമായിട്ട് പറയാം. CPMൻ്റെ ഒരു റെപ്യൂട്ടേഷനായിരുന്നു ദേ ആർ ഫോർ ദ ഡൗൺ ട്രോഡൻ. അതായിരുന്നല്ലോ 60 yearsൻ്റെ ഒരു റെപ്യൂട്ടേഷൻ. 3 SC MLAമാരും മുൻ MLAമാരും സിറ്റിംഗ് MLAമാരും CPM എന്നും CPI എന്ന് കോൺഗ്രസ് BJP ജോയിൻ ചെയ്തില്ലേ? അവർ ജോയിൻ ചെയ്യുമ്പോൾ അവരെന്താ പറഞ്ഞത്? ഞങ്ങളുടെ സമുദായത്തിന് വേണ്ടി 30 കൊല്ലമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ BJP വരുന്നത്. അപ്പോൾ ഇതെല്ലാം സോ കോൾഡ് ഇതാണ് എൻ്റെ വോട്ട് ബാങ്ക്, അതെല്ലാം അതിൻ്റെ എല്ലാം സെൽ ബൈ ഡേറ്റ് കഴിഞ്ഞു. ഈ മാർക്സിസമും ഈ ക്ലാസ് വാറും ബൂർഷ്വാ വ്യവസായി വേഴ്സസ് പാവം ഇതെല്ലാം ഇന്നും എന്താണ് ഇവിടുത്തെ നിലവിൽ നിയമം MLA പറയുന്നത്? ഞാൻ വ്യവസായിയാണ്. അപ്പം പിന്നെ എക്സാലോജിക്കിൻ്റെ ഉടമസ്ഥ എന്താ? വ്യവസായി അല്ലേ? എന്താണത്? ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ വ്യവസായമാവുന്നൊരു തെറ്റാണോ? എങ്ങനെയാണ് അത്? കറപ്ഷൻ ചെയ്തിട്ട് വ്യവസായമല്ലേ തെറ്റ്? അപ്പോൾ പിന്നെ പിണറായി വിജയൻ്റെ മോളെന്താ അതിനെക്കുറിച്ചൊന്നും പറയാത്ത ഇയാൾ? അപ്പോൾ ഇതെല്ലാം ഒരു എന്താ പറയുക, ഒരു ഓൾട്ടർനേറ്റ് റിയാലിറ്റിയിലാണ് ഇവർ. പിന്നെ അവർ ബ്ലെയിം ചെയ്തൊരു കാര്യമില്ല. ഇതാണ് അവരുടെ രാഷ്ട്രീയം. 40 കൊല്ലമായിട്ട് ഇത് ചെയ്യുന്നു, ഇന്ന് അത് തന്നെ ചെയ്യുന്നു. ഞാൻ തങ്ങളുടെ ഒരു അസസ്മെന്റ് അറിയാനായിട്ട്, ഇപ്പോൾ UDF ഒരു 40 to 50 വരികയാണെങ്കിൽ LDFന് സ്വാഭാവികമായിട്ടും ഒരു സബ്സ്റ്റാൻഷ്യൽ ചങ്ക് ഓഫ് സീറ്റ്സ് ഉണ്ട്. എന്ത് തരം സിനാറിയോ ആണ് BJP എക്സ്പെക്ട് ചെയ്യുന്നത്? അല്ല, ഈ ഇലക്ഷനിൽ അതല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ അഭിപ്രായമില്ല. പക്ഷേ ലാർജ് നമ്പർ ഓഫ് സീറ്റ്സ് ഹാവ് ഗോൺ ഫ്രം certain UDF, certain LDF to uncertain. ഇതാണ് ഫാക്ട്. അല്ലല്ല, അൺസർട്ടൺ. അതിൽ അതൊരു വേറൊരു ഡേറ്റ പോയിന്റ് പറയാം. ഞങ്ങൾ സെപ്റ്റംബർ ലാസ്റ്റ് ഇയർ ഒരു സർവേ ചെയ്തപ്പോൾ, നവംബർ ലാസ്റ്റ് ഇയർ സർവേ ചെയ്തപ്പോൾ 68% ഓഫ് മലയാളീസ് ആർ ഡിസാറ്റിസ്ഫൈഡ് വിത്ത് UDF LDF. വിച്ച് ഡസൻ മീൻ 68% ആർ റെഡി ടു സപ്പോർട്ട് BJP. അതും പറയുന്നില്ല. ബട്ട് ഡിസാറ്റിസ്ഫൈഡ് ആണ് എന്നൊരു ഫാക്റ്റാണ്. രണ്ടാമത്തേത് 62% ഓഫ് മലയാളീസ് ranked Narendra Modi ji as the best political leader even ahead of Pinarayi Vijayan. അപ്പോൾ ഈ 2 ഡേറ്റ ഞങ്ങൾ സർവേ ആണേ. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് പ്രൊഫഷണലി കമ്മീഷൻ സർവേ, ബട്ട് ഞങ്ങൾ സർവേ ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇഫ് യു കണക്ട് ദ ഡോട്ട്സ് ആൻഡ് ട്രൈ ആൻഡ് എക്സ്ട്രാപ്പുലേറ്റ് സീറ്റ് ഔട്ട്കം, എന്താണ് ഇതിൻ്റെ 68% ഡിസാറ്റിസ്ഫൈഡ്.
മൂന്നാമത്തെ ഓപ്ഷൻ ഇല്ലെങ്കിൽ ഇറ്റ് വിൽ ഗെറ്റ് സ്പ്ലിറ്റ് ഹാഫ് അവിടെ ഒരു മൂന്നാമത്തെ ഓപ്ഷൻ ഉണ്ട്. ആ മൂന്നാമത്തെ ഓപ്ഷൻ BJP എൻ്റെ അറ്റ് ദ വെരി മിനിമം സീറ്റ് അല്ല അത് പറയൂ ഈസ് പ്രൊവോക്കിംഗ് എ ഡിസ്കഷൻ, വികസനത്തിൻ്റെ ഡിസ്കഷൻ, ഒരു MLAൻ്റെ ഉത്തരവാദിത്തത്തിൻ്റെ ഡിസ്കഷൻ, ഒരു സർക്കാരിൻ്റെ കടമേൻ്റെ ഡിസ്കഷൻ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. അത് ശക്തമായി ഡിസ്കഷൻ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു സാധാരണ മലയാളി ഇന്ന് ആലോചിക്കുന്നത് ഞാൻ എന്തുകൊണ്ടാണ് ഇതുവരെ CPM-നും കോൺഗ്രസിനും വോട്ട് കൊടുത്തത്? അത് ആലോചിക്കേണ്ട ഒരു ഇഷ്യൂ ആണ്. Let me ask you a doubt. This option was available in 21 also, in 2016 also. No, it's a different option today. It is a very different option today because Trivandrum Corporation has happened. That whole stigma of BJP being untouchable is demolished. This is a very different set of scenario today, and Keralam is in a much different situation today than 2021. 2021 കോവിഡ് ആയിരുന്നു, ഫുഡ് പാക്കറ്റ് ആയിരുന്നു ഏറ്റവും വലിയ ഇഷ്യൂ. അപ്പോൾ അവിടെ വികസനമോ ഭാവിയോ ഒന്നും സർവൈവൽ ആയിരുന്നല്ലോ ഇഷ്യൂ. അപ്പോൾ ഈ റേഷൻ പാക്കറ്റ് കൊടുക്കുന്ന CPM ഗവൺമെൻറ്റിന് മാൻഡേറ്റ് കിട്ടി. ഇന്നതല്ലല്ലോ, 6 ലക്ഷം കടമാണ്, 4 out of 10 graduates are jobless, highest unemployment is in the country is in Kerala. ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ, ഫുഡ് ഇൻഫ്ലേഷൻ, വെളിച്ചെണ്ണൻ്റെ വില നോക്കൂ, is Kerala. ഇതെല്ലാം യു ക്യാൻ സ്പിൻ എനിത്തിങ് യു വാണ്ട്. കേരള മോഡൽ, കാൾ മാർക്സ്, എംഗൽസ് എന്ന് പറഞ്ഞിട്ട് എത്രയോ പറയാം. പക്ഷേ ഇതെല്ലാം ജനങ്ങളെ എല്ലാ ദിവസവും ബാധിക്കുന്ന ഇഷ്യൂസ് അല്ലേ. Okay, another thing, in between you mentioned about Shabarimala. ശബരിമലയിൽ 2018 ഒരു മേജർ ഇഷ്യൂ ഉണ്ടായി, അതിൻ്റെ റിപ്പർക്കഷനും ഉണ്ടായി. ഇപ്പോൾ മറ്റൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. 2 തവണയും അതിൻ്റെ ബെനിഫിഷ്യറി ആയത് UDF ആണ്. വൈ ഷുഡ് ഈ വോട്ട്സ് ഒക്കെ എന്തുകൊണ്ട് BJP-യിലേക്ക് വരണം? അല്ല, ബെനിഫിഷ്യറീസ് എങ്ങനെയായി? അത് ബെനിഫിഷ്യറീസ് 2018 നടന്ന ഉപദ്രവവും അതിൻ്റെ U-ടേൺ, ഇന്ന് സുപ്രീം കോടതിയിൽ ഒരു U-ടേൺ നടന്നല്ലോ, അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ട് കാർഡ് ഈ ഇലക്ഷനിൽ കിട്ടും. 2021 വാസ് ടു ഏർലി ടു കോൾ ദി ഇമ്പാക്ട് ഓഫ് 2018 ബിക്കോസ് നന്നായി കൺഫ്യൂസ് ചെയ്ത് എല്ലാവരെയും. സുപ്രീം കോർട്ടാണ് പറഞ്ഞത്, ഞങ്ങളല്ല പറഞ്ഞത്, വിമൻ ഇക്വാളിറ്റി, ഇതെല്ലാം ക്യാമോഫ്ലാജ് ചെയ്ത് പിന്നെ കോൺഗ്രസ് പാർട്ടി അതിൽ കയറി BJP-ന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. BJP പ്രസിഡൻറ്റിനെ ജയിലയക്കണം, പിന്നെ 3000 പേരെ ജയിലയച്ചു, കേസ് ഫയൽ ചെയ്തു, പേടിപ്പിച്ചു, ഭീഷണി. അതായിരുന്നു. ഇന്നിപ്പോൾ എല്ലാവരുടെ മുമ്പിൽ ഉള്ളത് ഒരു പെറ്റീഷൻ ഫയൽഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് കേരളം ത്രൂ ദേവസ്വം ബോർഡ് സെയിങ് തന്ത്രിയാണ് ലാസ്റ്റ് വേർഡ് ഓൺ റിച്വൽസ്. അപ്പോൾ ആ ബുദ്ധി അന്ന് ഉണ്ടായിരുന്നില്ലേ? ഇത് ഇരട്ടത്താപ്പല്ലേ? ഇത് ഹിപ്പോക്രസിൻ്റെ അപ്പൂപ്പനല്ലേ? ഇതിന് തിരിച്ചടി ആരാ കൊടുക്കേണ്ടത്? ജനങ്ങൾ കൊടുക്കും. ഇതിൽ ആർക്കൊരു സംശയം ഉണ്ടാകാൻ പാടില്ല. ആരോ എന്നോട് വന്ന് ഡൽഹിയിൽ നിന്നൊരു മീഡിയക്കാരൻ ചോദിച്ചു, ഐ ഡോണ്ട് സീ ആങ്കർ ഓൺ ദ സ്ട്രീറ്റ്സ് അബൌട്ട് ശബരിമല. ദാറ്റ് ഈസ് നോട്ട് നെസസറി. ആങ്കർ ഇസ് ഇനഫ് ടു ഗോ ഇൻസൈഡ് ദ മൈൻഡ് ഓഫ് പീപ്പിൾ. ഇവിടെ റയറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് 4.5 കിലോ സ്വർണം കട്ടുകൊണ്ടുപോകുമ്പോൾ 2 ഫാക്ടറാണത്. ഒന്ന്, ചീഫ് മിനിസ്റ്റർ സെയിങ് ഇതൊരു വീഴ്ചയാണ്. ഹൗ ഇസ് ഇറ്റ് എ വീഴ്ച? ഇത് വേറെ ഏതെങ്കിലും റിലിജൻ്റെ ഒരു സേക്രഡ് പ്ലേസ് ഓഫ് വർഷിപ്പ് ആണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഇവിടെ? അല്ല, CM കാല് പിടിച്ച് ക്ഷമ ചോദിക്കേണ്ട സിറ്റുവേഷൻ ആയിരിക്കും. പിന്നെ ദല്ലാൽ, ഈ കറപ്ഷൻ ഓഫ് ദേവസ്വം ബോർഡ് എപ്പോൾ തുടങ്ങി? ഏത് സർക്കാരിൻ്റെ സമയത്താണ് തുടങ്ങിയത്? ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിനാണ് സോണിയാഗാന്ധിയിൽ മടിയിൽ പോയിരിക്കുന്നത്? 1 തവണയല്ല, 2 തവണയല്ല, 5 തവണ പോയി കാണുന്നു. എന്തുകൊണ്ട്? സോണിയാഗാന്ധി ഈസ് എ ശബരിമല വിശ്വാസി. Since when? Why is Unnikrishnan Poti being protected by Vasavan and Kadangapalli Surendran? എന്തുകൊണ്ട് SIT കടകംപള്ളി സുരേന്ദ്രൻ്റെ എതിരെയും വാസുവിൻ്റെ എതിരെ കേസ് ഫയൽ ചെയ്തിട്ടില്ല? തന്ത്രിയുടെ കേസ് ഫയൽ ചെയ്യുന്നുണ്ട്. കോർട്ട് പറയുന്നു ദർ ഇസ് നോട്ട് ഈവൻ an iota of evidence against തന്ത്രി. But a minister whose constitutional responsibility ആണ് ദേവസ്വം ബോർഡ്, അയാൾ കേസ് ഫയൽ ചെയ്യുന്നില്ല. 4.5 കിലോ സ്വർണം പോയിട്ടുണ്ട് സമ്മതിച്ചിട്ടുണ്ട്.
അയാൾ കേസ് ഫയൽ ചെയ്ത്. ഇതെല്ലാം ജനങ്ങളെ ദേഷ്യപ്പെടുത്തില്ലേ? ക്വസ്റ്റ്യൻ റിമൈൻസ്, എന്തുകൊണ്ട് ഈ വോട്ട്സ് അത് നോക്കൂ, 21 നടന്ന ഇലക്ഷനും 26 നടക്കാൻ പോകുന്ന ഇലക്ഷനും വലിയ വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ കോൺഗ്രസ് പാർട്ടി രാഹുൽ ഗാന്ധി ഇവിടെ ശബരിമല 3 തവണ പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിക്ക് ഗുണം കിട്ടുന്നെന്ന് അത് എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല. ആരാണ് കോൺഗ്രസ് ശബരിമലേൻ്റെ പിന്നിൽ CPM ആയിരുന്നു, അതിന് പിന്തുണ കൊടുത്തതും മൗനം പാലിച്ചത് ആരാണെന്ന് ഞങ്ങൾക്കറിയാം. അത് പറയട്ടെ, ഈ ഇലക്ഷൻ സമയത്ത് പുറത്തു വരും. ശബരിമല ഗോൾഡ് തെഫ്റ്റ് കേസിൽ CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഫാക്ട്ഫുള്ളാണ്. പക്ഷേ അത് വേണ്ടത്ര രീതിയിൽ BJP ഉപയോഗിക്കുന്നില്ല. അല്ല ഇതിൽ എവറിബഡി, ഇതിപ്പോൾ പൊളിറ്റിക്കൽ പണ്ടിട്രിയിൽ എല്ലാവർക്കും ഒരു അഭിപ്രായം ഉണ്ടല്ലോ. BJP എന്ത് ചെയ്യണം, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ഹാരാക്കരിയോ? എന്താ ചെയ്യേണ്ടത്? ഇഷ്യൂ വി ഹാവ് റേസ്ഡ് ഇറ്റ്, വി ഹാവ് നോട്ട് ഓൺലി റേസ്ഡ് ഇറ്റ്, ഇറ്റ് ഈസ് ക്ലിയർലി ഇൻ പീപ്പിൾസ് മൈൻഡ്. ഇനി BJPക്ക് ഒന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാ ദിവസവും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് മേ മേക്ക് ഫോർ ഗുഡ് എൻ്റർടൈൻമെൻറ്റ് ഇൻ മീഡിയ. ഞങ്ങളിപ്പോൾ എല്ലാ ബൂത്തിലും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണ്ടല്ലോ, ചർച്ച ചെയ്യുന്നുണ്ട്. ബിറ്റ്വീൻ പാർട്ടി ആൻഡ് ദ വോട്ടർ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പ്രസ് കോൺഫറൻസ് നടത്തേണ്ട ആവശ്യമില്ല. താങ്കൾ ആദ്യം പറഞ്ഞ പോലെ ഈ ഇലക്ഷന്റെ ഒരു 2 ടേക്ക് അവേ എടുക്കുവാണെങ്കിൽ, ഒന്ന് അത് BJPയുടെ ഒരു അൺടച്ചബിലിറ്റി മാറി, ആ ഫാക്ടർ മാറി. 2, BJP ഒരു സ്ട്രോങ് ഓപ്ഷൻ ആയിട്ട് ജനങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട്. അതാണ് ഈ ഇലക്ഷൻ. അല്ല, ജസ്റ്റ് എ കറക്ഷൻ, അൺടച്ചബിലിറ്റി മാറി എന്നല്ല, CPMന്റെ കോൺഗ്രസിന്റെ പ്രചരണം ദാറ്റ് BJP ഈസ് അൺടച്ചബിൾ, അത് പൊളിഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ 2 മാറ്റങ്ങൾ വരുമ്പോൾ BJPയുടെ ഈ ഗ്രോത്ത് ഏത് UDF-നെയാണോ LDF-നെയാണോ കൂടുതൽ തളർത്താൻ പോകുന്നത്? രണ്ടുപേരും 100% ഒരുപോലെ എന്ന് പറഞ്ഞാൽ അതൊന്നും എനിക്കറിയില്ല. 50% ഇവിടെ നിന്നാണോ 45% ആണോ ഒന്നും പറയാൻ പറ്റില്ല. ബട്ട് ഞങ്ങളാണ് ഡെവലപ്മെൻറ്റ് പാർട്ടി, ഞങ്ങളാണ് ഭാവി െക്കുറിച്ച് ഒരു അഭിപ്രായവും കാഴ്ചപ്പാടുള്ള പാർട്ടി. അത് ആരെ ബാധിക്കും, എത്ര ബാധിക്കും എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അത് ഞാൻ അനലൈസ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഈ 2 പാർട്ടിയും ഫെയിൽഡ് പാർട്ടീസാണ്. നോക്കൂ, ഇതൊരു മറ്റൊരു സ്റ്റേറ്റ് ആണെങ്കിൽ ഒരു പാർട്ടി റീസണബിളി സക്സസ്ഫുൾ ആണ്, മറ്റൊരു പാർട്ടി ഫെയിലിയർ ആണ്, ദെൻ യു ക്യാൻ ചൂസ്. മനസ്സിലായില്ലേ? ഇത് 2 പാർട്ടിയും പൊളിഞ്ഞ പാർട്ടീസാണല്ലോ. ഇതിൽ എന്താണ് വ്യത്യാസം? 2 പേരിൽ എന്താണ് വ്യത്യാസം? അതല്ലേ ഞങ്ങൾ March 7th സ്റ്റാർട്ട് ചെയ്ത ക്യാമ്പയിൻ. CPM കോൺഗ്രസ് 2 അല്ല 1 അപ്പോൾ 2 പേരും ബാധിക്കും. അതാണ് ഡെമോക്രസി. There is no main ശത്രു. Why should I decide main ശത്രു? ഞങ്ങൾക്ക് ആരും ശത്രുവല്ല. ഇവർ ജനങ്ങളുടെ ശത്രുക്കളാണ്. ഇവർക്ക് 2 പാർട്ടിക്കും ജനങ്ങൾ വിശ്വസിച്ച് എത്ര അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്? ഒരു അവസരമാണോ? അല്ല. 2 ആണോ? അല്ല. 70 കൊല്ലം കിട്ടിയിട്ടില്ല അവസരം. പക്ഷേ 2 ശത്രുക്കളെ നമുക്ക് ഒരേ സമയം നേരിടാൻ പറ്റുമോ? നേരിടണം. UP-യിൽ ആരായിരുന്നു 10 കൊല്ലം ഭരിച്ചത്? കോൺഗ്രസ്. അതിൻ്റെ ആദ്യത്തെ 5 കൊല്ലം കോൺഗ്രസ് എങ്ങനെ ഭരിച്ചു? CPMൻ്റെ പിന്തുണയുണ്ടല്ലേ. 14 നരേന്ദ്രമോദിജി പറഞ്ഞോ 2 പേരെ ശത്രുവാണ്, 1 മാത്രമാണ് ശത്രു? അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ഇതെല്ലാം സോറി, വിത്ത് ഗ്രേറ്റ് റെസ്പെക്ട്, ഈ കാൽക്കുലേഷൻ ആൻഡ് ദിസ് നെറേറ്റീവ് കേരളം ഈസ് സംഹൗ സ്പെഷ്യൽ ഒന്നല്ല. ഇവിടുത്തെ വോട്ടറും ആരാണെങ്കിലും വോട്ടറിൻ്റെ ആവശ്യം ഒരു നല്ല ട്രസ്റ്റഡ് പബ്ലിക് സർവൻറ്റ്, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പബ്ലിക് സർവൻറ്റ് അല്ലെങ്കിൽ MLA, ഒരു MP ഇതുവരെ കിട്ടിയിട്ടില്ല. ഇന്ന് അവർക്ക് കിട്ടാനൊരു സാധ്യതയുണ്ട്. അത് BJP NDA വഴി അവർക്ക് കിട്ടുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇനിയിപ്പം ബാക്കി അവർ തീരുമാനിക്കും. അങ്ങനെയൊന്നുമില്ലല്ലോ. വാട്ട് ഈസ് ദ പ്രൈം എനിമി? ഐ ഡോണ്ട് നോ. അത് എങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോൾ 2 പേരും കാണുമ്പോൾ അവർ സംസാരിക്കും, അവരുടെ പ്രവർത്തന ശൈലി കാണുമ്പോൾ എനിക്ക് തന്നെ അതിശയമാണ്. 2 പേരും ധർമ്മടം ധർമ്മടമാണ് ഞാൻ പോയപ്പോൾ. പിന്നെ ഐ വെൻറ്റ് ടു ധർമ്മടം, വി ഹാഡ് അദാലത്ത് ദേർ. എൻ്റെ പാർട്ടിക്കാർ പറഞ്ഞു അയ്യോ കോട്ടയാണ്, മാങ്ങയാണ്, ഇതെല്ലാം പറഞ്ഞു, പോണ്ട. അവിടെ പോയി അദാലത്തിൽ 6,000 people came or 5,000 people came, 3,008 number is still stuck in my head. 3,847 പരാതികൾ. CMൻ്റെ നിയോജക മണ്ഡലം. എന്താണ് പരാതി? കുടിവെള്ളമില്ല, വീടില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, റോഡില്ല, ഡ്രെയിനേജ് ഇല്ല, മാലിന്യത്തിൻ്റെ ഒരു അവസ്ഥ ഭയങ്കര മോശമാണ്. ഇതാണ് CMൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്.
പിന്നെ 4 ദിവസം 5 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ലീഡർ ഓഫ് ഓപ്പോസിഷൻ്റെ കോൺസ്റ്റിറ്റ്യൂൻസി പോയി, പരവൂർ, സെയിം തിങ്. പിന്നെ എങ്ങനെയാണ് ഒരു പ്രധാനപ്പെട്ട എനിമി? രണ്ടുപേരും ഇൻകോമ്പറ്റൻ്റ് ആണ്, രണ്ടുപേരും കറപ്റ്റാണ്, രണ്ടുപേരും ശബരിമല കൊള്ളക്കാരാണ്, രണ്ടുപേരും ഒരാൾ ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒപ്പം രാഷ്ട്രീയം ചെയ്യുന്നു, മറ്റേ ആൾ SDP ഒപ്പം രാഷ്ട്രീയം ചെയ്യുന്നു. ഹൂസ് ദ ബിഗർ എനിമി? നിങ്ങൾ പറയും. പക്ഷേ ഇലക്ഷന് മുമ്പ് താങ്കൾ പറഞ്ഞ ഒരു ശ്രദ്ധേയമായ കാര്യമുണ്ട്. ഇവർ രണ്ടുപേരും ഉണ്ടെങ്കിലും സ്ട്രോങ് ആന്റി ഇൻകംബൻസി കാരണം LDF പിക്ചറിലേ ഇല്ല. അത് ഞാനിപ്പോഴും പറഞ്ഞല്ലോ, ജനങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് UDF അല്ലെങ്കിൽ BJP. അല്ലല്ല, ഞാൻ പറഞ്ഞത് എന്താണ്, ഈ തുടരും എന്ന് പറഞ്ഞ CPM-ന് മൊട്ട 0 ചാൻസാണ് തുടരാൻ ഈ ഇലക്ഷനിൽ. നമ്മളിപ്പോൾ ജൂലൈയിൽ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിയാലോ, ജൂലൈ 25 എന്തായിരുന്നു നറേറ്റീവ്? 3-ാം തവണ തുടരും എന്നായിരുന്നല്ലോ ലോക്കൽ ബോഡിന് മുമ്പ്. അതെല്ലാം പൊളിഞ്ഞല്ലോ. ഇനിയിപ്പോൾ 0% ചാൻസാണ് CPM സർക്കാരിൻ്റെ ചാൻസ്. പിന്നെ ജനങ്ങളുടെ മുമ്പിൽ 2 ഓപ്ഷനാണ്, കോൺഗ്രസ്, NDA. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടാണ് കോൺഗ്രസ് പറഞ്ഞത് 100 സീറ്റ്. എന്താണ് അതിൻ്റെ ഹൈപ്പോത്തസിസ്? ഇവിടുത്തെ വോട്ടെല്ലാം, ആൻറ്റി ഇൻകംബൻസി വോട്ടെല്ലാം കോൺഗ്രസ്സിൽ പോകുമെന്ന് അവരൊരു വിശ്വാസം. അത് നടക്കുന്നില്ല. അത് മാത്രമല്ല, മുസ്ലിം വോട്ടും കൺസോളിഡേറ്റ് ആവുന്നില്ല. അപ്പോഴാണ് ഈ തന്ത്രങ്ങളെല്ലാം, പുതിയ തന്ത്രങ്ങൾ, രാഹുൽ ഗാന്ധിൻ്റെ ഒരു തന്ത്രം, പിന്നെ VD സതീശൻ്റെ ഡീല്, ഇതെല്ലാം വരുന്നത്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നോബഡി ഈസ് നമ്പർ 1 എനിമി, ബോത്ത് ആർ നമ്പർ 1 എനിമി. Just to clarify, so you are completely ruling out Pinarayi 3-0? 150% I'm ruling out. No, ഞാനല്ല. You tell me what is the logic of Pinarayi 3-0? എന്താണ് ലോജിക്? ഹാസ് ഹി ഡൺ സംതിങ് ഫോർ ദ സ്റ്റേറ്റ്? എന്താണ് അച്ചീവ്മെൻറ്റ്? ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയൂ. You have led the state into economic bankruptcy. You have led the state into a situation where youth migration is doubling. You have led the state into a situation where even Shabrimala's gold is unsafe. You have led the situation where നമ്മളുടെ വെളിച്ചെണ്ണ വില, which is a staple thing for Malayalis, that also is unaffordable. Highest inflation, highest unemployment. പിന്നെ എന്ത് ബേസിസിലാണ്? എന്താ പറഞ്ഞവർ? ഒന്നായി തുടരാം. എന്ത് തുടരാം? വേറെ ആരുണ്ടെന്നോ? മറ്റാരും ഉണ്ടെന്നോ? എന്താ ബ്ലൈൻഡ്? ഇതിപ്പോൾ നമ്മൾ ഹോസസ് ഇല്ലേ, ബ്ലൈൻഡേഴ്സ് ഇട്ട് നടക്കുന്ന ഹോസസ്, ഓസ്ട്രിച്ച് ഇൻ ദ സാൻഡ് പോലെ, വേറെ ആരും ഉണ്ടെന്നോ? ഞാൻ പറഞ്ഞല്ലോ ആരുണ്ടെന്ന്. LDF-ന് മാൻഡേറ്റ് കിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ അവർക്ക് 30 സീറ്റ് കിട്ടുമോ 40 സീറ്റ് കിട്ടുമോ അതൊന്നും പറയാൻ പറ്റില്ല. കാരണം അവരുടെ ലീഡേഴ്സ്, ചില ജനകീയ ലീഡേഴ്സ് ഉണ്ട്, ലോക്കൽ പ്രസൻസ് ഉണ്ട്, പക്ഷെ അവർക്കൊരു മാൻഡേറ്റ് ടു ഗവൺ അല്ല. UDF-നും കിട്ടും. UDF-ന് എന്ത് ബേസിസിൽ കിട്ടും? അല്ല, if it is not LDF, അത് people will decide. അവിടെയാണ് UDF-ന് ഒരു മെജോറിറ്റി കിട്ടുകയും, മെജോറിറ്റി മീൻസ് മാക്സിമം നമ്പർ ഓഫ് സീറ്റ്സ് കിട്ടും. They will not get majority seat. UDF, there is no conceivable reason that UDF will get majority. You do your own seat analysis. ഞാൻ ചെയ്തല്ലേ, അത് എൻ്റെ ജോബല്ലേ ഇത് ചെയ്യാൻ. You are a candidate in name. അതെ. How do you see your prospects? എങ്ങനെ കാണുന്നു? അല്ല, my prospects are good prospects, not because of anything great about me, but certainly we have an inept, incompetent MLA, and I use the word with all responsibility. I don't do personal attacks on people. All you have to do, innipo nemam onnu sandarsha madi, you just travel. 20 കൊല്ലം മുമ്പേ നിയമം ഒരു ഗ്രാമപഞ്ചായത്തായിരുന്നു. ഇന്നും അതാണ് സ്ഥിതി. നിയമത്തെ പകുതി ഭാഗത്തിൽ കുടിവെള്ളമില്ല, റോഡില്ല, ഇലക്ട്രിസിറ്റി ഇല്ല. ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് 100% ഇലക്ട്രിസിറ്റി. MSK നഗർ ഒന്ന് പോയി നോക്കൂ, പിന്നെ പാങ്കോട് വിവേകാനന്ദ നഗർ ഒന്ന് പോയി നോക്കൂ. എന്താണ് ഇത്? തലസ്ഥാനമാണെന്ന്, നിയമമാണ്, ഒന്നും നടക്കുന്നില്ല. എന്നിട്ട് ഇവരിപ്പോൾ ഇന്ന് തുടങ്ങിയ കാര്യമാണ്, ഇന്നലെ തുടങ്ങിയതാണ്. ഡെലിബറേറ്റ് ആയിട്ട് വാട്ടർ സപ്ലൈ കട്ട് ചെയ്യുക BJP വാർഡ്സിലേക്ക്. ആൻഡ് വൈ? എന്നിട്ട് അത് കോർപ്പറേഷനാണ് ചെയ്യാത്തതെന്ന് ഒരു പ്രചരണം നടത്തുക. ഇതാണ് ഇവരുടെ രാഷ്ട്രീയം. സോ മൈ ചാൻസസ് ആർ, ബിക്കോസ് ഞാൻ മുമ്പോട്ട് വയ്ക്കുന്നത് എന്താ, മതിയായി, ഇനിയിപ്പോൾ മാറ്റം വേണം. എനിക്കൊരു അവസരം തന്നാൽ ഇതെല്ലാം ഞാൻ മാറ്റി തരുന്നു. ഞാൻ പറഞ്ഞു, ആരാണെങ്കിലും അത് ജനങ്ങൾ തോൽപ്പിക്കും. അവർ ശിവൻകുട്ടിയല്ലേ താക്കോലും പൂട്ടെടുത്ത് നടക്കുന്നത്. ഇതെല്ലാം ഒരു അഹങ്കാരമാണെന്ന്.
ഇതല്ലേ ഞാൻ പറഞ്ഞത്, ഇവർ ദാസ് ക്യാപിറ്റൽ വായിച്ച് അവർ വിചാരിക്കുന്നത് അവർ ചൈന PRCയിലാണ് താമസിക്കുന്നതും USSRലെ. ഇവിടെ താക്കോലും ബൂട്ടെല്ലാം ആരുടെ കയ്യിലാണ്? ജനങ്ങളുടെ കയ്യിലല്ലേ? ഇത് പിണറായി വിജയൻ്റെ കയ്യിലാണോ? ഇതെല്ലാം വേണ്ടാത്ത വിഡ്ഢിത്തരമാണെന്ന്. താക്കോലും പൂട്ടും ജനങ്ങളുടെ കയ്യിലാണ്. അവർ തീരുമാനിക്കും ആരുടെ പൂട്ടാണ് ഓപ്പൺ ചെയ്യേണ്ടത്, ആരുടെ പൂട്ടാണ് ക്ലോസ് ചെയ്യേണ്ടത്. ഈ വികസനത്തെ പറ്റിയിട്ടാണ് കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻസ് മുതൽ കാര്യമായിട്ട് പറഞ്ഞത്. Can you point out a BJP-led state which should be seen as the aspirational level of Kerala? അല്ലെങ്കിൽ കേരളം അങ്ങനെ ഒരു ലെവൽ അല്ല, അങ്ങനെ കമ്പയർ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. കാരണം നമ്മളുടെ ഡൈനമിക്സ് ആർ ഡിഫറെൻറ്റ്. ബട്ട് ഇൻ ടേംസ് ഓഫ് ചേഞ്ച് ഐ ക്യാൻ പോയിന്റ് ഔട്ട് സ്റ്റേറ്റ്സ്. UP, last 7 years journey of UP. India, last 12 years of India. 2014 അഞ്ച് ദുർബലമായ എക്കോണമീസിൻ്റെ ഒന്നായിരുന്നു ഇന്ത്യ. 14 quarters of uninterrupted inflation, 18 quarters of decline in industrial production. അതായിരുന്നു ഇന്ത്യൻ്റെ സ്ഥിതി. ഇന്നെന്താ സ്ഥിതി? അതേ ഇന്ത്യയല്ലേ? അതേ ജനങ്ങളല്ലേ? എന്താണ് സ്ഥിതി? വി ആർ ക്ലോസ് ടു ബിക്കമിങ് ദ തേർഡ് ലാർജസ്റ്റ് ഇക്കോണമി ഇൻ ദ വേൾഡ്. വി ആർ ദ ഫോർത്ത് ലാർജസ്റ്റ്, വിൽ ബി തേർഡ് ലാർജസ്റ്റ് ഇക്കോണമി, ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കോണമി ഇൻ ദ വേൾഡ്. അതേ ഇന്ത്യയിൽ മാറ്റം കൊണ്ടുവന്നല്ലോ. പിന്നെ 10 കൊല്ലം UPൻ്റെ സമയത്ത് എന്താണ് നമ്മൾ കേട്ടത്? എല്ലാ ദിവസവും ഒരു സ്കാം. അപ്പോൾ അതെല്ലാം മാറിയിട്ടുണ്ട്. ഫൈനാൻഷ്യൽ സെക്ടർ, ബാങ്ക് ലോൺ കിട്ടാത്ത സ്ഥിതി ആയിരുന്നു അന്ന്. ബ്രോക്കൺ, എന്താ ക്രോണി ക്യാപിറ്റലിസ്റ്റ് ഡ്രിവൻ ബാങ്കിങ് സെക്ടർ, ഡ്രിവൻ ടു ദ ഗ്രൗണ്ട്. എന്താണ് വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ബാങ്കിങ് സിസ്റ്റംസ് ഇൻ ദ വേൾഡ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഡെവലപ്മെന്റിനോടൊപ്പം സംസാരിക്കേണ്ട ഒരു കാര്യമില്ല, സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. See, there were several recent reports against since you mentioned UP. 2025 മാത്രം 48 പേരാണ് ക്രിമിനൽ എൻകൗണ്ടേഴ്സിൽ അവിടെ കൊല്ലപ്പെട്ടുള്ളത്. ആൻഡ് see 191 custodial deaths since 2018. ഇത്തരം ഫിഗേഴ്സ് കൂടിയുള്ള ഒരു UP കൂടിയാണ്. സോ ഡെവലപ്മെന്റിനോടൊപ്പം പറയുമ്പോൾ സിൻസ് യു മെൻഷൻ UP അല്ല ഓക്കെ, അല്ല നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് മുമ്പോട്ട് വെക്കണം. ഞാൻ UP ആവണമെന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞോ? UPൻ്റെ ഡെവലപ്മെൻറ്റ് മോഡലാണ്. ഞാൻ സോഷ്യൽ മോഡൽ പറഞ്ഞോ? ഞാൻ ഇല്ലല്ലോ. അല്ല, ഞാൻ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് സോഷ്യൽ മോഡൽ പറഞ്ഞത്? സോഷ്യൽ മോഡൽ നമ്മളല്ലേ തീരുമാനിക്കേണ്ടത്. സോഷ്യൽ മോഡൽ ഇവിടുത്തെ പോലീസിങ്ങും ഇവിടുത്തെ ലോയും ഇവിടുത്തെ ലോ ആൻഡ് ഓർഡറാണ് തീരുമാനിക്കേണ്ടത്. ഇതെങ്ങനെയാണ് ബൈനറി ആവുന്നത്? ഇതെങ്ങനെയാണ് വൈ ആർ ബി കോൺഫ്ലേറ്റിംഗ് വൺ വേഴ്സസ് ദി അതർ? ഈ പ്രോപ്പോസിഷനാണല്ലോ മാർക്സിസ്റ്റ് പ്രോപ്പോസിഷൻ. We should all wallow in poverty as long as we can make an argument about social justice. അതാണോ ഫ്യൂച്ചർ? അല്ല, ഞങ്ങൾക്കൊരു കൃത്യമായ അഭിപ്രായമുണ്ട്. ഇതെല്ലാം ഒരു പഴയ പ്രോപ്പഗാൻഡയാണെന്ന്. അൺലെസ് വി ആർ സഫറിങ് വി ആർ നോട്ട് ഈക്വൽ. അതൊന്നുമല്ല. വി ക്യാൻ ബി പ്രോസ്പെറസ്, വി ക്യാൻ ബി സോഷ്യലി ഇൻക്ലൂസീവ്, വി ക്യാൻ ഹാവ് ജസ്റ്റിസ്, വി ക്യാൻ ഫോളോ ദ ലോ ഓഫ് ദ ലാൻഡ്. ഇതെല്ലാം ഒരു കോൺട്രഡിക്ഷൻ ഒന്നല്ല. ഇതെല്ലാം ചെയ്യാൻ സാധിക്കും. അത് ചെയ്യണം. അതിനുവേണ്ടി ലീഡർഷിപ്പ് ഉണ്ടാവണം. ആ ലീഡർഷിപ്പാണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. ആ കാഴ്ചപ്പാടാണ് മുമ്പോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തിട്ട് അത് ഞാനിപ്പോൾ ബ്രിട്ടാസ് പറഞ്ഞ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി പോലെ ആണ്. ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ഇൻഫൻറ്റ് മോർട്ടാലിറ്റീനെ കെട്ടിപ്പിടിക്കുന്നു. ഓക്കെ, അത് നല്ല സ്റ്റാറ്റിസ്റ്റിക്കാണ്. പക്ഷേ ഈസ് ദാറ്റ് ദി എൻഡ് ആൻഡ് ഫിനിഷ് ഓഫ് ദ സ്റ്റാറ്റിസ്റ്റിക്സ്? യൂത്ത് മൈഗ്രേഷൻ ഉണ്ട്, അട്ടപ്പാടിയിൽ പീക്കിംഗ് ഉണ്ട്. ആവറേജ് നമ്പർ എടുത്ത് നടന്നാൽ ഒരു പഴയ കോട്ടുണ്ടല്ലോ, സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി മെയ്ഡ് ടു ഡു എനിത്തിങ്. ഇറ്റ് ക്യാൻ ബി ടോർച്ചർഡ് ടു മേക്ക് എനി ആർഗ്യുമെൻറ്റ് യു വാണ്ട്. അപ്പോൾ മൈ ഹംബിൾ സബ്മിഷൻ ഇസ് വെൻ ഐ മേക്ക് ദി ആർഗ്യുമെൻറ്റ് ദാറ്റ് ഡെവലപ്മെൻറ്റ് ഇൻ UP ഈസ് ഗുഡ് ബിക്കോസ് അവിടുത്തെ നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡേറ്റാ സെൻറ്റർ അവിടെ വരുന്നു. എത്രയോ തൊഴിലവസരങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇലക്ട്രോണിക്സിൻ്റെ സാംസങ്ങിൻ്റെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ ഫാക്ടറി അവിടെ വരുന്നു. അതിൻ്റെ റെസ്പോൺസ് ഇതല്ല. അവിടെ കസ്റ്റോഡിയൽ ഡെത്ത് ഉണ്ടാവുന്നു. ആ കസ്റ്റോഡിയൽ ഡെത്ത് ഉണ്ടാവുന്നു അവിടെ പോലീസ് റിഫോം നടക്കണം. അതിനുവേണ്ടി പൊളിറ്റിക്കൽ എനിമി ആരാന്ന് ചോദിച്ചതിന്റെ വേറൊരു സമയം സ്ട്രോങ്സ്റ്റ് ഒപ്പോണന്റ് ആയിട്ട് തോന്നുന്നത് പിണറായി വിജയനെയാണോ VD സതീശനെയാണോ? അപ്പോൾ എനിക്ക് അങ്ങനെ വൈ സ്ട്രോങ് പിണറായി വിജയനെ കുറിച്ച് ഞാൻ പബ്ലിക്കലി പറഞ്ഞ അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണ്. പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഹിസ്റ്ററിയിൽ ഇൽ ഗോ ഡൗൺ ആസ് ദ ബിഗസ്റ്റ് ഫ്ലോപ്പ്, ബിഗസ്റ്റ് ഫെയിലിയർ ഓഫ് എ ചീഫ് മിനിസ്റ്റർ.
അതിന് മുമ്പുണ്ടായിരുന്നല്ലോ CPM ലീഡേഴ്സും ചീഫ് മിനിസ്റ്ററായിട്ട് EK നായനാർ ഉണ്ടായിരുന്നു, VS അച്യുതാനന്ദൻ. ബട്ട് പിണറായി വിജയൻസ് പ്ലേസ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് കേരളം ഇസ് ഗോയിങ് ടു ബി ദാറ്റ് ഏറ്റവും ഡിസാസ്റ്റർ ലോസ്റ്റ് ഡെക്കേഡിൻ്റെ ആർക്കിടെക്റ്റ് ആയിരുന്നു പിണറായി വിജയൻ. അതുപോലെ തന്നെ മൻമോഹൻ സിംഗ് നല്ലൊരു വ്യക്തിയായിരുന്നു UPA സമയത്ത്. എൻ്റെ പേഴ്സണൽ നന്നായി അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ എന്തു പറഞ്ഞാലും മൻമോഹൻ സിംഗിൻ്റെ ലെഗസി UPA ലോസ്റ്റ് ഡെക്കേഡായിരുന്നു. 2G സ്കാം, കോൾഗേറ്റ് സ്കാം, ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ലെഗസി. കോമൺവെൽത്ത് സ്കാം, അത് ഇറ്റ്സ് അൺഫോർച്ചുനേറ്റ്. അങ്ങനെ ഐ ഹാവ് നത്തിങ് പേഴ്സണൽ അഗെയിൻസ്റ്റ് പിണറായി വിജയൻ. VD സതീശൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പറഞ്ഞു, VD സതീശൻ ഈസ് എ കോൺഗ്രസ് മാൻ, ദാറ്റ് ഈസ് ഇനഫ്. വേറൊന്നും പറയേണ്ട ആവശ്യമില്ല.